Hey guys, it's me Anas Kurmat. Please like and subscribe for more videos. ഇതാണ് മെയിനായിട്ട് പറയുള്ളൂ. വേറെ ഒന്നും ഈ വീഡിയോയിൽ കാര്യമായിട്ട് ഈ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് പോവാം. ഇല്ലെങ്കിൽ വീഡിയോ എങ്കിലും ഫുള്ള് കാണണ്ട. ഇത് ഒരു ഇതുമില്ലാതെ വീഡിയോ മാത്രം കണ്ടാൽ തന്നെ ഫുള്ളാക്കൂല. ഇന്നിപ്പോൾ നിങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനെങ്ങനെ വീഡിയോ ഇടുന്നത് അത് വേറെ വിഷയം. ഞാനെന്താ വീഡിയോ ഇടുക വെച്ചാൽ ഇതേമാതിരി സ്റ്റെക്ക് ഒരു ഫ്ലുവൻ്റിൽ അങ്ങോട്ട് ഇടാൻ കഴിയില്ല. അത് കൈവന്നാണ് എന്ന് ഞാൻ പറയും. കാരണം നമുക്കില്ലാത്തൊരു സാധനം ഉണ്ടാക്കിയെടുക്കുക ഒരു കഴിവാണല്ലോ. അങ്ങനെ ആവണം. മൊത്തത്തിലൊരു കഴിവാകുമ്പോഴാണ് ഒരു ഇതാണ്. പിന്നൊന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ. നമ്മളുടെ കൺസിസ്റ്റൻസി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ കുപ്പായത്തിൽ തന്നെ ഞാൻ കുറേ ബ്ലോഗ് ഇടും. അവ 1 മിനിറ്റ് 2 മിനിറ്റ് ഒരു സാധനം നിർത്തി പറയും. അത് കഴിഞ്ഞ് അടുത്തൊരു മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത സാധനം പറയും. എൻ്റെ ഒരു ശൈലിയാണ്. കാരണം അങ്ങനെ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ ഒരു 4-5 വ്ളോഗാണ് എടുത്ത് വെച്ച്. നിങ്ങൾക്ക് കുളിച്ചിട്ടില്ല കമൻറ്റ് ഇടുക ഓരോരുത്തർ. കുളിക്കാറില്ല എന്നും ഒരേ തന്നെ. സബ്സ്ക്രൈബ് ചെയ്താൽ പോരെ? ഇതൊക്കെ നോക്കണമെന്തിനാ? എടാ ഞാനും ഒരേ വൈകുന്നേരം തന്നെയാണ് ഈ 4-5 വ്ളോഗ് എടുക്കും. അതെന്താണെന്നറിയോ? ഞാൻ ഒരു ഹോസ്റ്റൽ വിദ്യാർത്ഥിയാണ്. പബ്ലിഷ് ചെയ്യുന്നില്ല. പബ്ലിഷ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ആകെ 31 ആളോ എന്തോ കാണുന്നുള്ളൂ. 31 ആളുണ്ട്. ഒരു സാധാ ഹോസ്റ്റലിൽ ഒരു ബാച്ചിൽ തന്നെ 31 ആളൊന്നും കാണത്തില്ല. വലിയ നമ്പറാക്കി കണക്കൂട്ടാം. 31 ആൾ അത്രയൊക്കെ ആകെ കാണുന്നുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാതെ കാണണ്ട. എന്തായാലും അപ്പോൾ അങ്ങനെ പബ്ലിക്ക് പറയുന്നില്ല. ഹോസ്റ്റലിൽ പോകുന്ന ആളാണ്. അപ്പോൾ നമുക്കങ്ങനെ കുറേ എടുത്തേക്കേണ്ടി വരും. കുറേ എടുത്തേക്കേണ്ടി വരും. ഇനി ഇതൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ചറപറമുണ്ട്. 45 വ്ളോഗൊക്കെ എടുത്ത് വെച്ചാൽ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു. ബ്ലോഗ് എടുക്കാൻ കണ്ടൻറ് ഇല്ല. അത് വേറെ വിഷയമാണ്. വ്ളോഗ് എടുക്കാൻ കണ്ടൻറ് ഇല്ല. കണ്ടൻറ് ഉണ്ടെന്ന് ഒരു ദിവസം ഞാൻ 4 വ്ളോഗെങ്കിലും ഇറക്കി. കണ്ടൻറ്റിന് ഫസ്റ്റ് പോയിൻ ഫ്രണ്ട് അതില്ല. അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കറക്റ്റ് ഫ്രണ്ടില്ല. ഫുൾ ഈ ഫോണിലാണ്. ഈ ഫോൺ എങ്ങനെ കാണിച്ചു തരാൻ എനിക്കറിയില്ല. എൻ്റെ ക്യാമറയിലാണ് ക്യാമറ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫുൾ ഈ ഫോണിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് എന്നല്ലാതെ എനിക്ക് ക്ലിയർലി ഒരു ഫ്രണ്ട് ഇല്ല. അവ എനിക്കിങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ ഇങ്ങനൊരു കൃത്യമായിട്ടൊരു എല്ലതും എപ്പോഴും ഒപ്പം ചെയ്ത് നടക്കാൻ ഒരാളുണ്ടായിരുന്നു. ഷിബിൽ ഫുള്ള് നമ്മളുടെ നാട്ടിൽ പോകുമ്പോൾ പോകുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഓനും വേറായി, ഞാനും വേറായി. പക്ഷേ അതുതന്നെയാണ് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ഫ്രണ്ട്. അതാണ് ഷിബിൽ. അവൻ്റെ കാണുന്നുണ്ട് എനിക്കറിയില്ല. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. കണ്ടാൽ താങ്ക് യു, കമൻ്റ് ഇട്ട് പോകണേ. ഇതൊന്നും വന്ന് കളിയാക്കരുതേ. അത്രയൊക്കെ പറയാനുള്ളൂ. നമ്മളുടെ ഫ്രണ്ട്സ് ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. നമ്മളുടെ അയൽവാസികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മതി, നിങ്ങൾ വ്ളോഗ് ഇടലുണ്ടല്ലേ, നിങ്ങൾ വ്ളോഗ് ഇടുന്ന ആളല്ലേ. ഇതാണ് നമ്മളെ വ്ളോഗ് എന്ന് പറയാൻ. ഇതിപ്പോഴത്തെ ഈ സിറ്റുവേഷൻ വെച്ചിട്ട് കളിയാക്കാം. ഇതേ സംസാരം തന്നെ ഞാൻ അങ്ങനെ സംസാരിക്കാം. അതൊരു 10 മില്യൺ വ്യൂസ് ഉണ്ട് തന്നെ. അതിന് വേറെ സംഭവമാണ്. ഇതേ സംഭവം തന്നെ ഞാനിങ്ങനെ വെറുതെ സംസാരിക്കുക. ഇതേമാതിരി തന്നെ ഇങ്ങനെ സ്റ്റക്ക് ആർക്കും കേൾക്കാൻ മൂടില്ലാതെ ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ വെറുതെ വർത്താനം പറയാം. അതിന് 10 മില്യൺ വ്യൂസ് ഉണ്ട് തന്നെ. അത് ആൾക്കാരെ ഏറ്റെടുക്കും. ഇതിപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഞാനുണ്ടോ? അളിഞ്ഞ അവസ്ഥയാണ്. വിജയിക്കും എന്ന ഹോപ്പ് ഉള്ളിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ പോവുകയാണ്. റെസ്പോൺസിബിലിറ്റി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വിജയം നമുക്ക് റെസ്പെക്റ്റ് ആലോചിച്ചിട്ടല്ല. നമ്മളെക്കൊണ്ട് ഒരാൾ ചിരിക്കട്ടെ. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത് കണ്ടിട്ട് നല്ലോണ്ട് ചിരിയൊന്നു. ആശിറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ ഇങ്ങനെ ഇത് എത്ര ഇട്ടെങ്കിൽ പക്ഷെ ഇപ്പോൾ ഞാനതെടുത്ത് കണ്ടാൽ ഞാൻ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ചിരി തുടങ്ങി. സാധനങ്ങൾ തുടങ്ങി. അതുപോലെ ചിലപ്പോൾ ഇൻ്റാണ്ടായാലോ നിങ്ങൾ ചിലപ്പോൾ നല്ല ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മളുടെ വ്ളോഗ് ഇങ്ങനെ ഉണ്ട് വെറുതെ ഇങ്ങനെ തൊട്ടാണ് ആണ്ട് ചിരിച്ച് പെട്ടെന്നാണ് മൈൻഡ് ഫ്രീ ആയാലോ.
അല്ലേ ഞാനൊരാൾക്ക് ഉപകാരം ചെയ്തില്ലേ? ഒക്കെ ചിന്തിക്കണം നിങ്ങൾ. ടുഡേ ഇത് മാത്രമേ ഉള്ളൂ. ബൈ, ഓൾ ദി ബെസ്റ്റ്.